ജീവിതത്തിൽ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ 2 മാർഗങ്ങളുണ്ട്: സംഗീതവും പൂച്ചകളും. തത്വചിന്തകനായ ആൽബർട്ട് ഷ്വിറ്റ്സറുടെ വാക്കുകളാണ്. ഒരു പൂച്ചക്കുട്ടി കൂടെയുണ്ടെങ്കിൽ സമാധാനവും കൂടെയുണ്ടാകുമെന്നാണ് പറയാറ്. അങ്ങനെയെങ്കിൽ ഫാദർ സന്തോഷ് ജോർജ് സമാധാനത്തിന്റെ കൊടുമുടിയിലാണ്. 40 പൂച്ചകളാണ് ചുറ്റും. പേർഷ്യൻ പൂച്ചകളാണ് കൂടുതലും. ചെറുതും വലുതുമായ 40 രസികന്മാർ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഓടിയെത്തി. പരിചയമില്ലാത്തവരാണെന്ന് കണ്ടതോടെ തിരിഞ്ഞോടി സന്തോഷച്ചന്റെ ചുറ്റും കൂടി. അല്പസമയം അവിടെ നിന്നതോടെ നമ്മളോടുള്ള അപരിചിതത്വം മാറി. ക്യാമറ കണ്ടതോടെ കൂടുതൽ കൗതുകം. അടുത്തു കണ്ടാൽ കൊള്ളാമെന്ന് കരുതിയിട്ടാകണം ക്യാമറയിലേക്ക് തലയിട്ട് നോക്കി. പത്തനംതിട്ട കുളനടയിലുള്ള ബത്സേധാം അഗതി മന്ദിരത്തിന്റെ ഡയറക്ടർ ഫാദർ സന്തോഷ് ജോർജിന്റെ ഉറ്റ തോഴരാണ് ഈ പേർഷ്യൻ പൂച്ചകൾ. ചെറുപ്പം മുതൽ പൂച്ചകളോട് തോന്നിയ ഇഷ്ടമാണ്. തെല്ലും കുറവില്ല ഇപ്പോഴും. സന്തോഷച്ചന്റെ കട്ടിലിൽ ജനിച്ചു വീണ പൂച്ചക്കുട്ടികൾ വരെ ഈ കൂട്ടത്തിലുണ്ട്. 2 കാലിൽ ഉയർന്ന് വെള്ളക്കുപ്പായത്തിൽ താങ്ങി അവരങ്ങനെ നിൽക്കും. പൂച്ചകള് കുറച്ചുകൂടെ മനുഷ്യരോട് അവരുടെ സ്വകാര്യ ജീവിതങ്ങളിൽ, അതായത് നമ്മുടെ പ്രൈവറ്റ് നിമിഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനകത്തല്ല ഇവർ ഇൻട്രാക്റ്റഡ്. ഇപ്പം എൻ്റെ മുറിയിൽ കയറി ഇറങ്ങാത്ത പൂച്ചകളില്ല. എൻ്റെ മുറിയിലാണ് പലരും ഉറങ്ങുന്നത്, കിടന്നുറങ്ങും. അപ്പോൾ ഇവരെല്ലാം വളരെ എൻ്റെ എന്നാലും എല്ലാവരുടെയും മുറികൾ അവർ കയറി ഇറങ്ങും. അവരുടെ അടുത്ത് പോയി അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കും. അവർ പാട്ട് പാടുന്നത് ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ചാപ്പൽ പ്രാർത്ഥിക്കാൻ വരുന്ന പൂച്ചകളുണ്ട്. യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ ഞങ്ങളുടെ അവിടെ പള്ളി വന്നിരിക്കും. കുഞ്ഞുമണി, കുട്ടിമണി, മനു, സേറ, കുട്ടു, സന്തോഷച്ചൻ വിളിച്ചാൽ ഓടിയെത്തും എല്ലാവരും. അച്ഛന്റെ ചുറ്റും കൂടും. ഈ പൂച്ചക്കുട്ടികളുടെ കളിയും രസികത്തരവും കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസമെന്ന് സന്തോഷച്ചൻ പറയുന്നു. അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കും അങ്ങനെ തന്നെ. നമ്മളെ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മളെ കാത്തിരിക്കുക, 2 ദിവസം കാണാതായാൽ പരിഭവം പറയുക, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുക, നമ്മളോട് മിണ്ടാതിരിക്കുക. ഇനി നമ്മളൊന്ന് എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അടി കൊടുത്താൽ നമ്മളോട് മിണ്ടാതെ മാറിപ്പോയി കിടക്കുക. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യ സഹജമായ പല സ്വഭാവങ്ങളും ഉള്ള രീതികൾ ഇവർ കാണുമ്പോൾ നമുക്ക് വലിയ കൗതുകമാണ്. കുന്നിൻമുകളിലെ അഗതി മന്ദിരത്തിൽ സന്തോഷത്തിനൊപ്പം എപ്പോഴും ഈ പൂച്ചകളുമുണ്ട്. പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ മിണ്ടാതെ ഓരം ചേർന്ന് നിൽക്കും. ഒരു ദിവസം കാണാതെയായാൽ പരിഭ്രമിക്കും, പിന്നീട് കാണുമ്പോൾ പരിഭവിക്കും. അല്ലെങ്കിലും പൂച്ചകൾ അങ്ങനെയാണ്. മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കും, സ്നേഹിക്കും, കാത്തിരിക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട ശ്രീരാജ് എനിക്കൊപ്പം ഇവിടെ ഉണ്ട്. ശ്രീരാജെ, കുട്ടിമണിയും കുഞ്ഞുമണിയൊക്കെ എന്ത് പറയുന്നു? സന്തോഷച്ചനായിരിക്കും ഒരു പക്ഷേ ലോകത്തെ ഏറ്റവും സന്തോഷവാനായ മനുഷ്യനും തോന്നുന്നു. തീർച്ചയായും ചെയ്തു. അങ്ങനെ തന്നെയാണ്. സന്തോഷ് ജോർജ് അച്ഛൻ വലിയ സന്തോഷത്തിലാണ് ഓരോ ദിവസം. കാരണം നിറയെ പൂച്ചകളാണ് ചുറ്റുമുള്ളത്. നമ്മളവിടേക്ക് ചെന്ന സമയത്ത് തന്നെ ഗേറ്റ് തുറന്നപ്പോൾ തന്നെ ഒരുപാട് പൂച്ചകൾ, എവിടെ നോക്കിയാലും പൂച്ചകളായിരുന്നു. കസേരയിൽ, വരാന്തയിൽ, ഷെയ്ഡിൻ്റെ മുകളിൽ എവിടെ നോക്കിയാലും പൂച്ചകൾ, നിറയെ പൂച്ചകളായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ ഇതറിഞ്ഞിട്ട് തന്നെയാണ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ വലിയ തിരക്കായിരിക്കും. ആളുകളുടെ തിരക്കില്ല, പക്ഷേ പൂച്ചകളെ കൊണ്ട് വലിയ തിരക്കാണ്. അവിടെ ആളുകൾ 1-2 പേരൊക്കെ അവിടെ കാണാൻ അങ്ങനെയുള്ളൂ. പക്ഷേ ഈ അച്ഛൻ ഇറങ്ങി വരുമ്പോഴേക്കും തന്നെ ഇവരെല്ലാവരും തന്നെ ഓടിച്ചെന്ന് അച്ഛൻ്റെ ചുറ്റും കൂടുന്നതും അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അവിടെ മൊത്തം ഉള്ളത്. ഈ പ്രധാനമായിട്ടും 2 അഭിപ്രായമാണ് മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യനോട് ഏറ്റവും ആത്മാർത്ഥതയും സ്നേഹവും ഉള്ളത് നായക്കാണ് എന്ന് ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. മറ്റൊരു വിഭാഗം ആളുകൾ പൂച്ചകൾക്കാണ് മനുഷ്യരോട് ഏറ്റവും സ്നേഹവും ആത്മാർത്ഥത എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് എൻ്റെ അഭിപ്രായത്തിൽ പൂച്ചയ്ക്കാണ് മനുഷ്യരോട് ഏറ്റവും സ്നേഹവും ആത്മാർത്ഥതയും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് പൂച്ചകളെ വളർത്തിയിട്ടുള്ള ആളാണ്. ഇപ്പോഴും പൂച്ചകൾ എൻ്റെ വീട്ടിൽ ഒരുപാട് പൂച്ചകളുണ്ട്. അപ്പോൾ അത്രത്തോളം സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഒരു പൂച്ച നമ്മുടെ കൂടെ ഉള്ളപ്പോൾ തോന്നുന്നത് നമുക്ക്. ഈ അച്ഛൻ പറയുന്നത് അച്ഛൻ ചെറുപ്പത്തിൽ തന്നെ ഈ പൂച്ചകളെ വലിയ കാര്യമായിരുന്നു. അച്ഛൻ
വീട്ടിൽ കുറേയധികം പൂച്ചകളുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ഒരു പൂച്ച ചത്തുപോയി കുറച്ച് ആളുകൾക്ക് മുമ്പ്. ഇപ്പോൾ നിലവിലിപ്പോൾ പൂച്ചയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ടൊരു പൂച്ചയെ വളർത്തുന്നത്. ഞാൻ നമ്മുടെ സ്റ്റോറിയുടെ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് അങ്ങനെയാണ്. അതായത് മനുഷ്യരോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് സ്നേഹിക്കും, കാത്തിരിക്കും എന്ന് പറയാനൊരു കാരണമുണ്ട്. അത് എൻ്റെ ഒരു പേഴ്സണൽ അനുഭവമാണ്. ഞാൻ വിശ്വസിക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ 4ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യം പൂച്ചയെ വളർത്തിയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ദിവസം ഇതിന് വയ്യാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട്ടിലെ ആളുകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവൻ തീരെ വയ്യാതെ ഇരിക്കുകയാണ്. ഈ പൂച്ച, ഞാൻ വളർത്തിയ പൂച്ച തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ വരുന്നത് കണ്ട് ഇവൻ നടക്കാനൊന്നും വയ്യ ഇവന്. പക്ഷേ നടക്കാൻ വയ്യാതെ ഓടി എൻ്റെ അടുത്ത് വന്ന് പതുക്കെ എൻ്റെ അടുത്ത് വന്നു. എൻ്റെ കാലിൽ ഇങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് നിന്നു. അപ്പോൾ എന്നിട്ട് അങ്ങനെ ഒരുപാട് സമയം ഞാൻ മാറിയിട്ടും അവൻ മാറുന്നില്ല. അങ്ങനെ കുറേയധികം നേരം ഞാൻ അങ്ങനെ നിന്ന് കൊടുത്തു. പക്ഷേ അവിടുന്ന് അവൻ പോയി ഒരിടത്ത് കിടന്നു. ആ കിടന്ന കിടപ്പിൽ പിന്നെ അവൻ എണീറ്റിട്ടില്ല. അവൻ അവിടെ കിടന്ന് മരിച്ചു. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവൻ അത്രയും വയ്യാതിരുന്നിട്ടും അത്രയും സമയം അങ്ങനെ കാത്തിരുന്നത്, ഞാൻ സ്കൂളിൽ വിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാനാണതിന് ഭക്ഷണം കൊടുത്ത്, ഞാനാണ് അവനെ വളർത്തിയത്, ഞാനാണ് കൊണ്ടു നടന്നത്. എൻ്റെ കട്ടിലിൽ എൻ്റെ കൂടെയായിരുന്നു അവൻ കിടക്കുന്നത്. അപ്പോൾ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് അവൻ അങ്ങനെ കാത്തിരുന്നത്, അവൻ കിടക്കുക പോലും ചെയ്യാതെ കാത്തിരുന്നത് ഞാൻ സ്കൂളിൽ വിട്ട് വരാൻ വേണ്ടി ആയിരുന്നിരിക്കും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ നമ്മുടെ ആ സ്റ്റോറിയുടെ അവസാനം അങ്ങനെ പറഞ്ഞു നിർത്തിയത്. മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് പൂച്ചകളാണ്, അത് സ്നേഹിക്കും, കാത്തിരിക്കും എന്ന് പറഞ്ഞു നിർത്തിയത്. അതേ അനുഭവം തന്നെയാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ ഈ സന്തോഷ് ജോർജ് അച്ഛനും പറയുന്നത്. അച്ഛൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ പൂച്ചകളെല്ലാം തന്നെ തിരിച്ചു വരുന്ന സമയം വരെ വലിയ വിഷമത്തിലായിരിക്കും. അച്ഛൻ തിരിച്ച് വന്നു കഴിയുമ്പോൾ, അച്ഛൻ പുറത്തൊക്കെ പോകാറുള്ളപ്പോൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ തിരിച്ചു വരാറുള്ളത്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ പൂച്ചകളെല്ലാം തന്നെ അതിനൊരു പ്രത്യേക രീതിയിലായിരിക്കും അച്ഛനെ ട്രീറ്റ് ചെയ്യുക എന്ന് അച്ഛൻ പറയാം. അച്ഛൻ ഉപയോഗിച്ച ഭാഷ അങ്ങനെയായിരുന്നു. അപ്പോൾ അച്ഛനും പറയുന്നത് അങ്ങനെയാണ്. നമ്മളെവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഈ പൂച്ചകൾ നമ്മളെ കാത്തിരിക്കും. നമ്മളോട് ഏറ്റവും സ്നേഹമുള്ളത് പൂച്ചകൾക്കാണ്. ഏറ്റവും സ്നേഹമുള്ള ജീവി പൂച്ചയാണെന്നാണ് അച്ഛൻ പറയുന്നത്. അതിന് ഇങ്ങനെ പറയാറുണ്ടല്ലോ ശ്രീരാജ്, കാരണം മനുഷ്യന്മാരെക്കാളും കൂടുതൽ മനുഷ്യനെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നത് മൃഗങ്ങളാണ്.